നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ വാസ്തവത്തിൽ ഭരണഘടനാപരമായി ഒരു രീതിയിലും അദ്ദേഹത്തിന് സംരക്ഷണം ലഭിച്ചിരുന്നില്ല എന്ന കൃത്യമായ വാർത്ത പുറത്തു വരികയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയോ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം BJPക്ക് വേണ്ടി ശക്തമായി വാദിച്ച വ്യക്തിയൊക്കെ തന്നെയാണ്. എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം കൃത്യമായും ജുഡീഷ്യറിയിലെ കറപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ BJPയുടെ മുഖഭാവം മാറി, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ അതിനെക്കുറിച്ചൊരു മെയിൻ സ്ട്രീം ചാനലുകളും, അതായത് ഗോദി മീഡിയകൾ എന്ന് പറയുന്ന സോ കോൾഡ് മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമുകളിലൊന്നും ഒരു വാർത്തയും അതിനെക്കുറിച്ച് പരാമർശം ഉണ്ടായില്ല. എന്തിനധികം പറയുന്നു, രാജ്ദീപ് സർദേശായി പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ കാര്യത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. എന്നാൽ ഇപ്പോൾ ജഗദീപ് ധൻഖറിന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പാറ്റകൾ എന്ന് സുപ്രീം കോടതി തന്നെ അധിക്ഷേപിച്ച അഭിജിത് ദീപ്കയും സൗരവ് ദാസ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയാണ്. എന്തിൻ്റെ പേരിലാണ് ധൻഖറിനെ വിമർശിച്ചത്? മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ്. ജഗദീപ് ധൻഖറുമായി അഭിപ്രായ വ്യത്യാസം നിരവധി തവണ പരസ്യമായി പറഞ്ഞ ആളാണ് മമതാ ബാനർജി. എന്നാൽ ധൻഖർ എന്തുകൊണ്ട് ആ സ്ഥാനം വലിച്ചെറിഞ്ഞു? അത് വലിയ ചോദ്യമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയ്ക്ക് BJPയിൽ നിന്നും ഒരു രീതിയിലും തിക്തഫലം ഉണ്ടാകാത്തത്? കാരണം ഓം ബിർള BJPയുടെ വക്താവിനെ പോലെയാണ് സ്പീക്കർ സ്ഥാനത്ത് നാളിതുവരെയായി സ്ഥിതി കൊള്ളുന്നത്. അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനമായും അല്ലാതെയും പലതവണ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓം ബിർള ഒരിക്കലും ഒരു നല്ല സ്പീക്കറല്ല എന്ന് മാത്രമല്ല, BJP നേതൃത്വത്തിന് വേണ്ടി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം തീരുമാനങ്ങൾ, നടപടി വരെ എടുക്കുന്നത്. BJPയെ വിവാദത്തിലാക്കുന്ന ഒരു വിഷയവും ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ നാളിതുവരെ ഓം ബിർള ഉത്തരവിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അനുമതി നൽകിയിട്ടില്ല. നക്ഷത്ര ചിഹ്നമടങ്ങിയ ചോദ്യങ്ങൾ ഓം ബിർള മനഃപൂർവ്വം അതിനെ തൃണവൽഗണിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായും ഒക്കെ പറയുന്നുണ്ട്. അതായത് സഭയ്ക്കകത്തിരുന്നു കൊണ്ട് ഓം ബിർള കാണിക്കുന്ന അനീതിക്കെതിരെ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഏറ്റവും ശക്തമായി വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ജഗദീപ് ധൻഖർ പോയ ആ വഴിക്ക് തന്നെ CP രാധാകൃഷ്ണൻ ഒരു മികച്ച ചെയർപേഴ്സൺ എന്ന രീതിയിൽ പെരുമാറാനാണ് ഭാവമെങ്കിൽ അമിത്ഷായും കൂട്ടരും കൈകാര്യം ചെയ്യും എന്ന് തങ്ങൾക്ക് മനസ്സിലായതായി CJP നേതാക്കൾ വ്യക്തമാക്കുകയാണ്. CJP പരിശോധിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്.